ഹായ് നമസ്കാരം. വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 1. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കറിയായിട്ടും മെഴുക്കുവരട്ടിയായിട്ടും ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നതിനായിട്ട് പലരും പല മാർഗ്ഗങ്ങളാണല്ലോ സ്വീകരിക്കുന്നത്. ചിലർ തൊലിയൊക്കെ കളയാതെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കും. പിന്നെ ചിലർ തൊലിയോട് കൂടിയിട്ട് പുഴുങ്ങിയെടുക്കും. നമ്മളിപ്പോൾ എന്തായാലും പുഴുങ്ങിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉരുളക്കിഴങ്ങൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 2-3 തവണ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഉപ്പും അതുപോലെ ഒരു 2-3 കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ അങ്ങ് പുഴുങ്ങിയെടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഉപ്പൊക്കെ നമ്മൾ ഒന്ന് വരഞ്ഞു കൊടുത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടിട്ട് നമ്മളിതുപോലെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ വരഞ്ഞത് കൊണ്ട് തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ഉരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി നോക്കണം കേട്ടോ. ടിപ്പ് നമ്പർ 2. നമ്മൾ കറികൾക്കായിട്ടൊക്കെ സവാള ഇതുപോലെ അരിയാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ സവാള അരിയുന്ന സമയത്ത് ഇതുപോലെ കട്ടകെട്ടിയായിട്ടായിരിക്കും നമ്മളിത് അരിഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഇതിപ്പോൾ വഴറ്റി എടുക്കുകയാണെങ്കിൽ ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അപ്പം അതുപോലെ തന്നെ കുറച്ച് ഓയിലും ചിലവാകും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് തിരുമ്മി അതൊന്ന് ആ അല്ലികളൊക്കെ ഒന്ന് വേർപെടുത്തിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പം വഴറ്റിയൊക്കെ എടുക്കാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എപ്പോൾ സവാള അരിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം സവാള വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 3. ഞാനിവിടെ ഒരു പാക്കറ്റ് ഇൻഡിഗോ പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതായത് നീലയമരി പൗഡർ. ഈ മുടി നരയ്ക്കുന്നത്, അതായത് അകാല നര, ഇന്നത്തെ കാലത്ത് എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? പ്രായമാകുമ്പോൾ ഇത് സാധാരണയാണെങ്കിലും ഇന്നത്തെ പ്രത്യേകമായ ഒരു ജീവിത സാഹചര്യങ്ങളാലും മുടിയുടെ പരീക്ഷണങ്ങളാലും ഒക്കെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് പതിവായിട്ടുണ്ട് എല്ലാവർക്കും. ഈ മുടിയുടെ നര മാറ്റാൻ വേണ്ടിയിട്ട് പലരും എളുപ്പത്തിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് ഡൈ എന്നത്. മാർക്കറ്റിൽ നിന്നും ഇഷ്ടം പോലെ കൃത്രിമ ഡൈ ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ മുടിയിൽ പ്രയോഗിക്കും. താൽക്കാലികമായിട്ട് കുറച്ച് ഫലമൊക്കെ കാണുമെങ്കിലും പാർശ്വഫലങ്ങൾ വളരെയാണ്. നമുക്കറിയാം, നീലയാമ്പരി വെച്ചിട്ട് നമുക്ക് മുടി നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ഇലയൊക്കെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം അല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻഡിഗോ പൗഡർ ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തേയിലവെള്ളം ഉണ്ടെങ്കിൽ തേയിലവെള്ളത്തിൽ കലക്കിയെടുക്കുക. ഞാനിപ്പോൾ ഉലുവ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ മുടിക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് കലക്കിയിട്ട് എടുക്കുക കേട്ടോ. മുടി നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് നീലയമരി. ഈ നീലയമരി നമ്മൾ ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്യല്ല, ആദ്യം ഹെന്ന ചെയ്ത് മുടിക്ക് ഒരു ചെമ്പൻ കളർ ആയതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ട്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതുകൊണ്ട് അല്പസമയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കറുത്ത കളർ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതുകൊണ്ടോ, ഇതൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമ്മളിനി മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് മുടിക്ക് നമുക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നത്. അപ്പോൾ വേറെ കെമിക്കലുകളൊന്നും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങൾ എപ്പം മുടി കറുപ്പിച്ചാലും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 4. ഞാനിവിടെ കുറച്ച് ഫ്ലാക്സ് സീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത് എന്നൊക്കെ പറയും. ഇത് പല അസുഖങ്ങൾക്കുമുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മരുന്നാണ്. നിരവധി ഗുണങ്ങളാണ് ഈ ഫ്ലാക്സ് സീഡിൽ ഉള്ളത്. ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നൻ എന്ന കോമ്പൗണ്ട് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ശരീരത്തിലെ കോശങ്ങളെ ഫ്രീ റാഡിക്കൽസ് നശിപ്പിക്കുന്നതിന് ഇത് തടയുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ തടയുന്നതിനും പൊതുവെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടാനും ഒക്കെയായിട്ട് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. ഫ്ലാക്സീഡ് കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കാനും ദഹന സംബന്ധമായ അസുഖങ്ങൾ തടയാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഈ ഫ്ലാക്സീഡിൽ ധാരാളമായിട്ട് അടങ്ങിയ നാരുകളാണ് ഇതിന് കാരണമായിട്ട് തീരുന്നത്. നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ അമിതവണ്ണം ഉള്ളവരിലും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരിലും വിശപ്പ് കുറയ്ക്കാനും വയറ് നിറഞ്ഞ പോലുള്ള ഒരു തോന്നലുണ്ടാക്കാനും ഒക്കെയായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതിലോട്ട് 1 സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഈ ഫ്ലാക്സ് സീഡ് ഇട്ട വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിക്കണം. ഇപ്പോൾ വൈകിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതായ പല അസുഖങ്ങൾക്കും ഉള്ള ഒരു പ്രതിവിധി കൂടിയാണ്. നമ്മുടെ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാക്സ് സീഡ് നമ്മളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാനിതുപോലെ ഒരു പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇത് ചൂടായി വരുമ്പം തന്നെ ഇതിങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പം അങ്ങനെ പൊട്ടി വരുമ്പോഴെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം പൊട്ടലൊന്ന് നിലച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലെയിമും കൂടെ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. ഇപ്പോൾ ഇതാ ഞാനിതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊന്ന് ആറി വരട്ടെ കേട്ടോ. നല്ല ചൂടൊന്ന് പോട്ടെ. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ജാറിൽ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്കിതുണ്ടോ ഇതുപോലൊന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു 1-2 സെക്കൻഡ് നേരത്തേന് ഇതുപോലൊന്ന് വെക്കുകയാണെങ്കിൽ ആ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളും കേട്ടോ. അതിനുശേഷം നമ്മൾ തണുത്ത് വന്ന ഒരുപാട് തണുക്കേണ്ട ചെറുചൂട് ആ രീതിക്കുള്ള ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടോ ഇതുപോലെ ഞാനതൊന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതുപോലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ഈ ഒരു പൗഡർ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ആ ഒരു പൊടിക്കകത്ത് നമുക്ക് ഇത് കൂട്ട് ഓരോ സ്പൂണ് ആഡ് ചെയ്ത് നമുക്ക് ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി എന്തൊക്കെ പരീക്ഷിച്ചിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരവുമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഫ്ലാക്സ് സീഡ് പതിവാക്കിയാൽ കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടിയൊക്കെ വളരും. അതുപോലെ തന്നെ മുടി നല്ലപോലെ ഇടതൂർന്ന് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ച് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. ഇനി ഇതുപോലെ തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം. 2 ഗ്ലാസ് വെള്ളം എന്നത് 1 മാറണം. ഒറ്റ ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി കുറുകി ഇതേപോലെ ആകുമ്പോഴത്തേനും നല്ലൊരു ജെല്ല് പോലെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നല്ല ചൂടൊന്നും മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം. എന്നാൽ തീരെ തണുക്കുകയും ചെയ്യരുത് കേട്ടോ. ഒരു ചെറു ചൂട്, അതായത് നമ്മുടെ കൈകൊണ്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്ന രീതിക്കുള്ള ആ ഒരു ചൂട് ആകുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു തുണിയിലോട്ട് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ടവലാണ് എടുത്തേക്കുന്നത്. തുണിയിലോട്ട് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ പിഴിഞ്ഞിട്ടൊന്ന് എടുക്കാം കേട്ടോ. ഈ ഒരു ജെല്ല് നമുക്കൊന്ന് അരിച്ചിങ്ങനെ ഒന്ന് എടുക്കാം. ഫ്ലാക്സ് സീഡിൽ നിരവധി പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ മുടി കൊഴിച്ചിൽ വരാതിരിക്കാനും ഇത് വളരെയധികം നമ്മളെ സഹായിക്കും. കൂടാതെ മുടി വരണ്ടിരിക്കുന്നത് തടയാനും ചുരുണ്ട മുടിക്കാരുടെ മുടി അതേ ഭംഗിയിൽ നിലനിർത്താനും മുടി പൊട്ടിപ്പോകാതെ നല്ലതുപോലെ മോയ്സ്ചറൈസർ ചെയ്ത് നിലനിർത്താനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും കേട്ടോ. വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂളും കൂടി ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ. ഇത് ഇങ്ങനെ വഴുവഴുപ്പുള്ള ഒരു ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ചൂടാറിയിട്ട് വേണം കേട്ടോ. ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം വേണം നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മസാജ് ചെയ്യണേ. കുറച്ച് മുടിയുടെ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 മണിക്കൂർ ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഗുണം നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് നല്ല പോഷക സമ്പന്നമായ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ ദിവസവും ഈ ഹെയർ ജെൽ പുരട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ടിപ്പ് നമ്പർ 5, നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ബൗളൊക്കെ കളറൊക്കെ മങ്ങിപ്പോയതുണ്ടെങ്കിൽ എടുത്തോ നമുക്ക് അടിപൊളിയായിട്ട് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കറികളൊക്കെ എടുത്തെടുത്ത് ഇതുപോലെ മഞ്ഞ നിറം വന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് എളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, ദോശമാവാണ്. ഇതിപ്പം ദോശയൊക്കെ ഉണ്ടാക്കി മിച്ചം വന്ന്, അതായത് ആ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പറ്റി പിടിച്ചിരുന്നതെല്ലാം കൂടെ ഞാനൊന്ന് തൂത്തെടുത്തതാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല ദോശമാവ് ഒന്നും എടുക്കണ്ട. പുളിച്ചു പോയ ദോശമാവോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് തോണ്ടിയെടുത്താൽ മതി. അത് ഞാനിത് കുറച്ച് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെറുതെ കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും അകത്തും പുറത്തും എല്ലാം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ക്ലീനിങ്ങിന്
ഏറ്റവും നല്ലതാണ് കേട്ടോ ദോശമാവ്. പക്ഷേങ്കിൽ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് എങ്കിലും അത് നമ്മൾ ഓരോ പ്രാവശ്യവും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ മാവ് അരച്ച് വെച്ച് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതെല്ലാം കൂടി തോണ്ടി നമ്മളൊരു പാത്രത്തിലോട്ടൊന്നാക്കുവാണെങ്കിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. അതിനുശേഷം അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഉണങ്ങി ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്താണ്. ഇനി ഇത് വെറുതെ ഇങ്ങനെ കൈവച്ചിട്ട് തന്നെ, അതിപ്പോൾ സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ട് വരാവേ. കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. ആ മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ഒന്ന് മാറിപ്പോയിട്ടുണ്ട്, നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.